ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ചെങ്കടത്തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ? ചെങ്കടത്തീരത്ത് അത്ഭുതങ്ങൾ യഹോവ ചെയ്തില്ലയോ? അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ? അന്നാ ദിനത്തിൽ തന്മക്കളായിരങ്ങൾ ആരാധിച്ചാത്തില്ലയോ? ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. യെശയ്യാവിൻ നാവെ തീക്കനലാൽ ശുദ്ധീകരിച്ചില്ലയോ? യെശയ്യാവിൻ നാവെ തീക്കനലാൽ ശുദ്ധീകരിച്ചില്ലയോ? ഇന്നീ ദിനത്തിൽ നിന്ദാസർ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ഇന്നീ ദിനത്തിൽ നിന്ദാസർ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം, യഹോവയെ നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ആനന്ദത്തോടെ ആമോദത്തോടെ കർത്താവിനെ നാം ആരാധിക്കാം. ആരാധിക്കാം നാം ആരാധിക്കാം. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആവർത്തന പുസ്തകം 32 48 വാക്യം മുതൽ നമുക്ക് കേൾക്കാം. അന്ന് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, നീ യെരിഹോവിനെതിരെ മോവാബ് ദേശത്തുള്ള ഈ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കി കാണുക. നിന്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് മരിച്ചു തൻ്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ വെച്ച് നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. നിങ്ങൾ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലത്തിങ്കൽ ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നോട് അകൃത്യം ചെയ്യുക കൊണ്ടും ഇസ്രായേൽ മക്കളുടെ മധ്യേ വെച്ച് എന്നെ ശുദ്ധീകരിക്കായ കൊണ്ടും തന്നെ നീ ദേശത്തെ നിൻ്റെ മുൻപിൽ കാണും എങ്കിലും ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ദൈവം മോശയ്ക്ക് തൻ്റെ ഒടുവിലത്തെ തിരുവചനങ്ങൾ കൊടുക്കുകയാണ്. ഒടുവിലായി മോശയുടെ ഈ ആയുസ്സിൽ ഭൂമിയിൽ വെച്ച് എത്രയെത്ര വാക്കുകൾ ദൈവത്തിൻ്റെ വചനം മോശ കേട്ടതാണ്, എത്രയെത്ര ശബ്ദം. 40-ാമത്തെ വയസ്സിൽ മിസ്രയീം കൊട്ടാരത്തിൽ പാർക്കുമ്പോൾ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു. തൻ്റെ ജനത്തെ ചെന്നു കാണണമെന്ന് മനസ്സിൽ തോന്നി. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ചെവി കൊടുത്തു. മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണി
ഫറവോൻ്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നത് നിരസിക്കുകയും മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന് വലിയ ധനം എന്ന് എണ്ണുകയും ചെയ്തു. ദൈവത്തിൻ്റെ വചനം കേട്ട് കൊട്ടാരം വിട്ട് ഇറങ്ങി. മിദ്യാനിലെ പുരോഹിതനായ യിത്രോവിൻ്റെ ഭവനത്തിൽ ദൈവത്തിൻ്റെ ആ ആലോചനകൾക്ക് പണ്ട് കിട്ടിയതോർത്ത്, 40-ാമത്തെ വയസ്സിൽ കിട്ടിയതോർത്ത് അങ്ങനെ ജീവിക്കുകയും ആടുകൾ നോക്കിക്കൊണ്ട് മലഞ്ചെരുവിലൂടെ നടക്കുകയും ചെയ്തു. നേരിട്ടുള്ള പ്രത്യക്ഷത ആ സമയങ്ങളിൽ കിട്ടിയതായി നാം തിരുവചനത്തിൽ കാണുന്നില്ല. എന്നാൽ 80-ാമത്തെ വയസ്സിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനം കേട്ടു തുടങ്ങി. അത് പിന്നെ തുരുതുര ഉള്ള ദൈവത്തിൻ്റെ അരുളപ്പാടുകളാണ്. തെരുതരെ ദൈവത്തിൻ്റെ ശബ്ദം കേട്ടു തുടങ്ങി. അന്ന് ദൈവത്തിൻ്റെ ശബ്ദം തുടരെ കേട്ടു. മോശ ആനന്ദം കൊണ്ട് നിറഞ്ഞ് കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിലേക്ക്, തേജസ്സിൻ്റെ വേലയിലേക്ക് കടന്നു വന്നു. ഇപ്പോഴിതാ കാലം അവസാനിക്കാൻ പോവുകയാണ്. മരണത്തോടടുത്ത് വരികയാണ്. പിസ്ഗായുടെ ചെരുവിലേക്ക് കയറുകയാണ്. നെബോ മലമുകളിലേക്ക് കയറുകയാണ്. അബാരീം മലമുകളിൽ നെബോയുടെ മുകളിൽ മോശ കയറി അവിടെ തൻ്റെ ജീവിതാവസാനം കാണാൻ പോവുകയാണ്. ആരും കൂടെയില്ല. നിത്യനായ ദൈവത്തിൻ്റെ ഒപ്പം നടക്കുകയാണ്. ദൈവം കൂടെ. ഈ മോശയെ എൻ്റെ കൂടെ വരിക എന്ന് പറഞ്ഞ് നെബോ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് വിളിച്ച ദൈവം മോശയെ നടത്തി നെബോയുടെ ഉന്നതത്തിൽ മോശയെ കയറ്റിക്കൊണ്ട് പോവുകയാണ്. ദൈവം മോശയോട് പറഞ്ഞു, നീ നെബോയുടെ ഉയരത്തിൽ വെച്ച് നീ മരിക്കും. നിൻ്റെ ജീവിതം അവിടെ, ഭൗതിക ജീവിതം അവിടെ അവസാനിക്കും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ മോശ ഒരല്പം നൊമ്പരത്തോടെ കേൾക്കുന്നൊരു വാക്കാണത്. മോനെ, നീ കാര്യം എൻ്റെ വചനം കേട്ടവനാണ്, എൻ്റെ വചനം അനുസരിച്ചവനാണ്. എനിക്ക് തേജസ്സേറിയ ശുശ്രൂഷ ചെയ്യുവാൻ നിന്നെ തന്നെ വിട്ടു തന്നവനാണ്. നീ മിസ്രയീമിലെ നിക്ഷേപങ്ങൾ വെറും പുൽക്കൊടി പോലെ വലിച്ചെറിഞ്ഞവനാണ്. പക്ഷേ മോനെ, നീ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകുന്ന കനാനിൽ നീ എത്തുകയില്ല. അവിടെ നീ ചെല്ലുകയില്ല. നീ ആ ദേശത്ത് കാൽ ചവിട്ടുകയില്ല. പക്ഷേ നീ ഈ നെബോയുടെ മുകളിൽ നിന്നുകൊണ്ട്, പിസ്ഗായുടെ ചെരുവിൽ നിന്നുകൊണ്ട് യോർദാനപ്പുറമുള്ള കനാൻ നീ നോക്കിക്കാണും. ദൈവത്തിന് സ്തോത്രം. അതല്പം നൊമ്പരമുള്ള ഒരു വാക്കാണ്. കാരണം മോശ എത്ര പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞതാണത്. കർത്താവേ, എനിക്ക് അവിടെ നിന്ന് കാല് കുത്തണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഈ ജനത്തെ കൂട്ടിക്കൊണ്ടു പോകാൻ നീ എനിക്ക് കൃപ തന്നല്ലോ. അവിടെ എനിക്കൊന്ന് കാല് കുത്തണമെന്നൊരാഗ്രഹമുണ്ട്. കർത്താവേ, അത് നീ എനിക്ക് തരികയില്ലേ? നീ എന്നോട് എൻ്റെ പാവം ക്ഷമിച്ച് എനിക്ക് അങ്ങോട്ട് കയറി അവിടെ കാലുകുത്താൻ ഒരു അവസരം തരികയില്ലേ? മോശ പലവട്ടം പ്രാർത്ഥിച്ചു. ഒരിക്കൽ ദൈവം മോശയോട് പറഞ്ഞു, നീ ആ കാര്യം നീ എന്നോട് മിണ്ടരുത്. ദൈവത്തിന് സ്തോത്രം. ആ കാര്യം മാത്രം നീ എന്നോട് മിണ്ടരുത്. ആവർത്തന പുസ്തകം 3-ാം അധ്യായം 23-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ദൈവ പൈതൽ ഞെട്ടിപ്പോകും. കർത്താവിൻ്റെ വേലക്കാർ ഒന്ന് കരഞ്ഞു പോകും. ദൈവത്തിൻ്റെ വേലക്കാർ ഒന്ന് അമ്പരന്ന് പോകും. എന്താണ്? ആവർത്തനം 3-ന്റെ 23-ാം വാക്യം മുതൽ, അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിൻ്റെ മഹത്വവും നിൻ്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിൻ്റെ ക്രിയകൾ പോലെയും നിൻ്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. നല്ല ആഗ്രഹം അല്ലേ? മോശ പറഞ്ഞു, ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബാനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് മോശ പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു. ആരുടെ നിമിത്തം? ഇസ്രായേൽ ജനനിമിത്തം. മോശ ഇസ്രായേൽ ജനത്തോട് അവസാനമായി പറയുകയാണ്, നിങ്ങളുടെ നിമിത്തം ദൈവം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. ആരോടാണ് ദൈവം ഇത് പറയുന്നത്? എന്തൊരു സമർപ്പണമുള്ള ദൈവദാസനോടാണ് ഇത് പറയുന്നത്. എന്ത് സമർപ്പണം, എന്തൊരു പ്രതിഷ്ഠ! ദൈവമക്കളെ, നാം ഭയത്തോടുകൂടി കേൾക്കേണ്ട കാര്യമാണ്.
ഞാൻ വളരെ ഭയത്തോടു കൂടിയാണ് ഞാൻ ഈ വാക്കുകൾ പറയുന്നത്. ഞാനും കർത്താവിൻ്റെ വേല ചെയ്യുന്ന ഒരു പാവപ്പെട്ട ദൈവഭൃത്യനാണ്. സ്തോത്രം. എന്നാൽ ഈ വാക്കുകൾ പറയുമ്പോൾ എൻ്റെ തൊണ്ടയിടറും, എൻ്റെ ഹൃദയം തരളിതമാകും. പ്രിയപ്പെട്ടവരെ, ദൈവം പറയുകയാണ്, ഇനി നീ എന്നോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കിക്കാണുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം മോശയോട് പറയുകയാണ്, ഇക്കാര്യത്തെക്കുറിച്ച് മിണ്ടരുത്. ദൈവം കോപിച്ചിരുന്നു. മോശ പിന്നെ അക്കാര്യം മിണ്ടിയിട്ടില്ല, പിന്നെ അക്കാര്യം പറഞ്ഞിട്ടില്ല. ദൈവം കോപിച്ചിരുന്നു. മുഖപക്ഷമില്ലാത്ത ദൈവം. ദൈവത്തിന് സ്തോത്രം. ആത്മീയ ജീവിതത്തിൽ ദൈവമക്കളെ നാം ഭൗതികമായി കണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്പം വിശദമാക്കാം. ആത്മീയ ജീവിതത്തിൽ നമ്മുടെ അനേകം നല്ല നല്ല ആത്മീയ അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ ശുശ്രൂഷകൾ അനുഗ്രഹീതമായിരിക്കും. അനേകം പേര് കർത്താവിൻ്റെ അത്ഭുത സ്നേഹം കണ്ടെത്താൻ ദൈവം നമ്മെ ഉപയോഗിച്ചിരിക്കും. ഓർക്കൂ, പക്ഷേ നമ്മുടെ ജീവിതത്തിൽ ഒരു നമുക്ക് ലഭിച്ചതിന് ഒത്ത പോലുള്ളതായ ഒരു വിശ്വസ്തത ദൈവം കണ്ടില്ലെങ്കിൽ അതെല്ലാം നന്മകളുടെ ഒന്ന് കിഴിച്ച് തിന്മയൊന്ന് കുഴിച്ച് ബാക്കി നന്മകൾ ദൈവം കണക്കിടുന്നില്ല. ശ്രദ്ധിച്ചോളണം. ദൈവത്തിന് സ്തോത്രം. 100 നന്മകൾ, നേട്ടങ്ങൾ നമുക്കുണ്ട്. എന്നാൽ ഒരു വലിയ കോട്ടം നമുക്ക് സംഭവിച്ചു. അല്പം ഭയത്തോടെ നാം ചിന്തിക്കേണ്ടതാണ്. എന്താണ്? ഈ 100 നന്മകളിൽ നിന്ന് ഒരു കോട്ടം, ആ ഒരു പാപം കിഴിച്ചിട്ട്, കുറച്ചിട്ട്, മൈനസ് ചെയ്തിട്ട് പിന്നീട് 99 നന്മകൾ കണക്കിടുന്നവനല്ല ദൈവം. ദൈവം നിഷ്ഠൂരനാണെന്ന് ധരിക്കരുത്. ദൈവം ക്രൂരനാണെന്നും കഠിനാണെന്നും ധരിക്കരുത്. പക്ഷേ ദൈവത്തിൻ്റെ നീതിയുടെ മുൻപിൽ, ദൈവത്തിൻ്റെ നിയമത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ നിശബ്ദനാണ്. മനുഷ്യന് ഒന്നും പറയാൻ അവകാശമില്ല. ദൈവം മോശയെക്കുറിച്ച് പറയുന്നത്, മോശയെപ്പോലെ വിശ്വസ്ത പുരുഷനായി എൻ്റെ ഗ്രഹത്തിൽ ആരുമില്ലെന്നാണ്. അങ്ങനെയുള്ള മോശ ജീവിതത്തിൽ ഒരു വലിയ പാളിച്ച വന്നു. നാം നോക്കുമ്പോൾ അത് അത്ര വലിയ പാളിച്ചയാണോ? അതാണോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത്ര വലിയൊരു പാപമാണോ മോശയ്ക്ക് വന്നത്? എന്താണ്? ഒന്ന് കോപിച്ചു, അല്ലെങ്കിൽ അല്പം ഒന്ന് അമർഷത്തോടെ സംസാരിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഭാഗം നാം വായിക്കുമ്പോൾ ഞാനും ചിന്തിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ദൈവമേ, എന്നാലും ദൈവം എന്താണ് അങ്ങനെ മോശയോട് പറഞ്ഞത്? ഇത്രയോ ഭക്തനും സകലവും വിട്ടിറങ്ങിയവനും എന്നാ ബാക്കിയുള്ളത്? എന്നതാ വിട്ടിറങ്ങാത്തത്? എല്ലാം കൊട്ടാരക്കെട്ടുകളിൽ, അന്തഃപുരങ്ങളിൽ, അരമനകളിൽ ഫറോ രാജാവിൻ്റെ രാജകുമാരനായി വാഴുന്ന മോശ, അടുത്ത കിരീടാവകാശിയായി വാഴുന്ന മോശ, നിക്ഷേപങ്ങളിങ്ങനെ ഭണ്ണാരപ്പുരകളിൽ സ്വർണ്ണ നിക്ഷേപങ്ങളെല്ലാം കുന്നുകുന്നായി കൂട്ടിയിരിക്കുന്നത് കണ്ട്, അങ്ങ് തിളങ്ങുന്നത് കണ്ട് അത്ഭുതത്തോടെ നോക്കി നിന്ന മോശ, ഈ മോശ അതെല്ലാം നിസ്സാരമെന്ന് എല്ലാം തീരെ അവഗണിച്ച് മോശ കൊട്ടാരം വിട്ട് ഇറങ്ങിയവനാണ്. ദൈവത്തിന് ശബ്ദം കേട്ട് പുറപ്പെട്ടവനാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് മുഖപക്ഷമില്ല. എൻ്റെ സ്നേഹിതരെ, ദൈവം സ്നേഹമാണ്, സംശയമില്ല. പക്ഷേ ഒരു കാര്യം, അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അധികം ലഭിച്ചവനോട് അധികം ചോദിക്കും. അധികം ഏറ്റുവാങ്ങിയവനിൽ നിന്ന് അധികം ആവശ്യപ്പെടും. ഞാൻ വളരെ ഭയത്തോടെ അതേസമയം വിനയത്തോടെ നിങ്ങളോടൊന്ന് പറയട്ടെ, നിങ്ങൾ ധാരാളം ലഭിച്ചവരാണ്. നിങ്ങൾ വചനം കിട്ടിയവരാണ്. നിങ്ങൾക്കൊരു മാനസാന്തരം ലഭിച്ചതാണ്. നിങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തൊട്ടതാണ്. തീ തൊട്ടവരാണ് നിങ്ങൾ അനേകം പേര്. തീയുടെ മധുരം, തീയുടെ ചൂട്, തീയുടെ ആ ശക്തി എന്ത് എന്ന് അറിഞ്ഞവരാണ്. സ്വഭാവം മാറുവാൻ ഭാഗ്യം ലഭിച്ചവരാണ്. നിങ്ങൾക്ക് എത്ര നിസ്സാരമായിരുന്നു മദ്യപാനം വിടാൻ, എത്ര നിസ്സാരമായിരുന്നു സിനിമ വിടാൻ. നിങ്ങൾക്കതൊന്നും ക്ലേശിക്കേണ്ടി വന്നില്ല. എത്ര നിസ്സാരമായിരുന്നു വഴക്കടിക്കൽ വിടാൻ. അമ്മായി അമ്മയും മരുമകളും തമ്മിൽ വഴക്കുണ്ടായിരുന്നിടത്ത് പരസ്പരം മാപ്പി ചോദിക്കാൻ നിങ്ങൾക്കൊരു പ്രയാസവും തോന്നിയില്ല.
പൈസ അപഹരിച്ചെടുത്ത് കൊണ്ടുപോയി ലജ്ജ കൂടാതെ മാപ്പ് ചോദിച്ച് പൈസ തിരിച്ചു കൊടുക്കാൻ ആർക്കും, അതും ഇരട്ടിയായിട്ടോ 3 ഇരട്ടിയായിട്ട് കൊടുക്കാൻ ആർക്കും മടി തോന്നിയില്ല. ഇല്ലേ? നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമാണ്. ദൈവത്തിന് സ്തോത്രം. അധികം കിട്ടിയവരാണ്. ബേസയിദേ നിനക്ക് ഹാകഷ്ടം, കോറസീനെ നിനക്ക് ഹാകഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എത്ര പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും അനുഭവിക്കുമായിരുന്നു. കർത്താവ് പണ്ട് ബേസയിദയെയും കോറസീനെയും നോക്കി കരഞ്ഞതാണ്. ബേസയിദേ നിനക്ക് ഹാകഷ്ടം, കോറസീനെ നിനക്ക് ഹാകഷ്ടം. നിന്നിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവർ എത്ര പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും അനുഭവിക്കുമായിരുന്നു. വീര്യപ്രവൃത്തികൾ കണ്ടവരാണ്. വീര്യപ്രവൃത്തികൾ കാണുകയും അനുഭവിക്കുകയും ചെയ്ത ദൈവജനം ഈ വാക്ക് കേൾക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. അത്ഭുതങ്ങൾ കണ്ടവർ ഈ വാക്കുകൾ കേൾക്കുന്നില്ലേ? അതിശയങ്ങൾ അനുഭവിച്ചവർ ഈ വാക്ക് കേൾക്കുന്നില്ലേ? ബുദ്ധി തെളിഞ്ഞവർ ഈ വാക്ക് കേൾക്കുന്നില്ലേ? ആരോഗ്യം മടക്കി കിട്ടിയവർ ഈ വാക്ക് കേൾക്കുന്നില്ലേ? സ്വഭാവം രൂപാന്തരപ്പെട്ടവർ ഈ വാക്ക് കേൾക്കുന്നില്ലേ? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നിങ്ങൾ ഭയത്തോടെ ശ്രദ്ധിപ്പീൻ. പത്രോസ്ലീഹ എഴുതിയ 1-ാമത്തെ ലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം പറയും, മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം ചെയ്യുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം കൊടുക്കുന്നവനെ നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. എന്തായിരുന്നു മോശയ്ക്ക് പറ്റിയതായ അബദ്ധം? മോശയ്ക്ക് പറ്റിയ തെറ്റെന്തായിരുന്നു? സംഖ്യാപുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് നാം ആ ഭാഗം കാണുന്നത്. സംഖ്യാപുസ്തകം 20-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങളിൽ അത് നമുക്കിങ്ങനെ കാണാം. യഹോവ മോശയോട്, നിൻ്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുകെ പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്ന് അവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണം എന്ന് അരുളി ചെയ്തു. ദൈവം മോശയോട് ഒരു കാര്യം കൽപ്പിക്കുകയാണ്. എന്താണ് കൽപ്പിച്ചത്? ജനം കലഹിച്ചു, ജനം മത്സരിച്ചു. അനേകം നാളുകൾ 40 ആണ്ടോളം ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തികൾ കണ്ട ജനമാണ്. അവരെ മത്സരിച്ചു. ഞങ്ങൾ എന്ത് കുടിക്കുമെന്ന് പറഞ്ഞാൽ പിറുപിറുത്തത്. മുമ്പൊരിക്കൽ അവരങ്ങനെ പിറുപിറുത്തവരാണ്. അന്ന് പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുന്നത് കണ്ടതാണ്. മാറയിലെ കയ്പ് വെള്ളം മധുരമായിത്തീരുന്നത് കണ്ടതാണ്. ഉയരങ്ങളിൽ നിന്ന് മന്ന ഭൂമിയിലേക്ക് പൊഴിഞ്ഞ് അവർക്ക് ആഹാരം ലഭിക്കുന്നത് കണ്ടതാണ്. അവർ മാംസഭക്ഷണം ആഗ്രഹിച്ചപ്പോൾ കാടപ്പക്ഷിയെ അങ്ങ് ഉയരത്തിൽ പറന്ന് നിൽക്കുമാറാക്കിയതും കാടയിറച്ചി നിന്ന് അവർ തൃപ്തരായതും അവർക്ക് അനുഭവം ഉള്ളതാണ്. അഗ്നിസർപ്പം കടിച്ചപ്പോൾ അഗ്നിസർപ്പത്തിൻ്റെ കടിയേറ്റ് മരിക്കാതിരിക്കാൻ പിച്ചള സർപ്പത്തെ നാട്ടുവാൻ ദൈവത്തിൻ്റെ കൽപ്പന കിട്ടി മോശ അത് കൽപ്പിച്ചതും അത് ജനം അനുസരിച്ചതും അവർക്ക് അനുഭവമുണ്ട്. അനുഭവങ്ങളുടെ പെരുപ്പമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ വീണ്ടും ഒരു കലഹിക്കുന്നു. എന്ത് പറഞ്ഞാൽ കലഹിക്കുന്നത്? 20-2 മുതൽ ജനത്തിന് കുടിപ്പാൻ വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മോശയ്ക്കും അഹരോനും വിരോധമായി കൂട്ടം കൂടി. അവർ ഒരു കൂട്ടായ്മ. എന്താ കൂട്ടായ്മ? മോശയ്ക്കും അഹരോനും വിരോധമായ കൂട്ടായ്മ. ദൈവമക്കൾക്കെതിരായ കൂട്ടം കൂടി. ദൈവമക്കൾക്കെതിരായി ജനം മോശയോട് കലഹിച്ചു. ഞങ്ങളുടെ സഹോദരന്മാർ യഹോവയുടെ സന്നിധിയിൽ മരിച്ചപ്പോൾ ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങളും ഞങ്ങളുടെ മൃഗങ്ങളും ഇവിടെ കിടന്ന് ചാകേണ്ടതിന് നിങ്ങൾ യഹോവയുടെ സഭയെ ഈ മരുഭൂമി കൊണ്ടുവന്നത് എന്ത്? ഈ വല്ലാത്ത സ്ഥലത്ത് ഞങ്ങളെ കൊണ്ടുവരുവാൻ നിങ്ങൾ മിസ്രയീമിൽ നിന്ന് ഞങ്ങളെ പുറപ്പെടുവിച്ചത് എന്തിന്? ഇവിടെ വിത്തും അത്തിപ്പഴവും മുന്തിരിപ്പഴവും മാതുളപ്പഴവുമില്ല, കുടിപ്പാൻ വെള്ളവുമില്ല എന്ന് പറഞ്ഞു. മുഴുവൻ മത്സരമാണ്, മുഴുവൻ ചോദ്യമാണ്, മുഴുവൻ അവർക്ക് കലഹമാണ്. ഞങ്ങൾ എന്തിന് പുറപ്പെടുവിച്ചു? ഞങ്ങൾ എവിടെ കിടന്ന് ചാകില്ലായിരുന്നു? ഞങ്ങൾ വെള്ളം കുടിച്ച് ചേർത്തേനല്ലോ. അവരെ പരിഭവിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നാറേ മോശയും അഹരോനും സഭയുടെ മുമ്പിൽ നിന്ന് സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണ് വീണു. ഹല്ലേലൂയ. ദൈവമക്കൾക്ക് അവരോട് മറുപടി പറയാനൊന്നുമില്ല. മത്സരികളോട് എന്ത് മറുപടി പറയാൻ? അവിശ്വാസികളോട് എന്ത് മറുപടി പറയാൻ? എക്സ്പ്ലനേഷൻ പ്രയോജനമുണ്ടോ? അവിടെ വിശദീകരണം ആവശ്യമുണ്ടോ? ദൈവത്തിന് സ്തോത്രം. എന്തു ചെയ്യും? അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ ചെന്ന് കവിണ്ണ് വീണു. യഹോവയുടെ തേജസ് അവർക്ക് പ്രത്യക്ഷമായി. യഹോവ മോശയോട്, നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ അഹരോനും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക.
എന്നാൽ അത് വെള്ളം തരും. പാറയിൽ നിന്നവർക്ക് വെള്ളം പുറപ്പെടുവിച്ച് ജനത്തിനും അവരുടെ കന്നുകാലികൾക്കും കുടിപ്പാൻ കൊടുക്കണമെന്ന് അരുളി ചെയ്തു. തന്നോട് കൽപ്പിച്ചതുപോലെ മോശ യഹോവയുടെ സന്നിധിയിൽ നിന്ന് വടിയെടുത്തു. മോശയും അഹരോനും പാറയുടെ അടുക്കൽ സഭയെ വിളിച്ചുകൂട്ടി അവരോട്, മത്സരികളെ കേൾപ്പീൻ, ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ എന്ന് പറഞ്ഞു. മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. വളരെ വെള്ളം പുറപ്പെട്ടു. ജനവും അവരുടെ കന്നുകാലികളും കുടിച്ചു. പിന്നെ യഹോവ മോശയോട് അഹരോനോടും, നിങ്ങൾ ഇസ്രായേൽ മക്കൾ കാണുകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട് നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല എന്ന് അരുളി ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ഈ ജനം ഇസ്രായേൽ കാണുകെ എന്നെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, എന്നെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, എന്നെ മഹത്വപ്പെടുത്തിയില്ല, എന്നെ വിശ്വസിച്ചില്ല, നിങ്ങൾ ഈ സഭയെ ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് കൊണ്ടുപോകുകയില്ല. ദൈവത്തിന് സ്തോത്രം. മോശ പാറയെ അടിച്ചു. 2 പ്രാവശ്യം അടിച്ചു. വടി കയ്യിലെടുക്കാനേ പറഞ്ഞുള്ളൂ. വടി അധികാരത്തിൻ്റെ ചിഹ്നമാണ്. അധികാരത്തിൻ്റെ ചിഹ്നമായി ദൈവം അധികാരം ഫലമേൽപ്പിച്ച വടി കയ്യിലിരിക്കാം, പക്ഷേ അടിക്കാൻ പറഞ്ഞില്ല. സ്തോത്രം. എത്ര ശ്രദ്ധിക്കേണ്ടതാണ്, എത്ര സൂക്ഷിക്കേണ്ടതാണ്. അടിക്കാൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. നിന്റെ വടിയെടുത്ത് നീയും സഹോദരനായ യഹോവയും സഭയെ വിളിച്ചുകൂട്ടി അവർ കാണുക പാറയോട് കൽപ്പിക്കുക, എന്നാൽ അത് വെള്ളം തരും. ദൈവത്തിന് സ്തോത്രം. കൽപ്പിച്ചാൽ മതി. അത് വചനമാണ്. ആ വചനം അത് ദൈവത്തിൻ്റെ ശബ്ദമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അത് അതേപടി അനുസരിച്ചാൽ മാത്രം മതി. പാറയോട് വെള്ളം തരാൻ കൽപ്പിച്ചാൽ മതി, വടി കയ്യിലിരിക്കട്ടെ. പക്ഷേ മോശ എന്തു ചെയ്തു? മോശ പാറയെ അടിച്ചു. മാത്രമല്ല, മോശ കൈ ഉയർത്തി വടി കൊണ്ട് പാറയെ 2 പ്രാവശ്യം അടിച്ചു. അത് അവിശ്വാസമാണ്. വിശ്വാസവീരനായ മോശ അവിശ്വാസത്തിൻ്റെ കണികയേശാൻ ദൈവം സമ്മതിക്കുന്നില്ല. സ്തോത്രം. ദൈവമക്കളെ, നാളുകളായി ദൈവവേല ചെയ്യുന്നവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? ദൈവകരങ്ങൾ ഉപയോഗപ്പെട്ടവർ ഈ വാക്കുകളെ കേൾക്കുന്നില്ലേ? വളരെ ഭയത്തോടെ സ്നേഹിതരെ, ഞാൻ എന്നോട് തന്നെയും ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ, നാം ദൈവത്തെ അവിശ്വസിക്കരുത്, നാം ദൈവത്തെ സംശയിക്കരുത്. വചനമനുസരിക്കൂ. എന്തിനെന്ന് ചോദ്യം ചെയ്യണ്ട, എങ്ങനെയെന്ന് ചോദ്യം ചെയ്യണ്ട, കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് പറയണ്ട. എന്തിനെന്ന് ചോദ്യം ചെയ്യാതെ കണ്ണുമടച്ച് അനുസരിക്കാമോ? മകനെ, അനുഗ്രഹമാണ്. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. കേൾക്കൂ. മാത്രമല്ല, അവിടെ പറഞ്ഞപ്പോൾ ഇങ്ങനെയാണ് പറഞ്ഞത്, മത്സരികളെ കേൾപ്പീൻ. അമർഷം, കോപം. ദൈവപുരുഷൻ്റെ കോപമോ? പാടില്ലായിരുന്നു. മത്സരികളെ കേൾപ്പീൻ. അമർഷം, ക്രോധാവേശം, ജനത്തോട് ഈർഷ്യ. ജീവനുള്ള ദൈവം ജനത്തെ കാണുന്നത് വാത്സല്യത്തോടെയാണ്. ദൈവപുരുഷൻ ജനത്തെ ദൈവത്തിൻ്റെ ഭാവത്തോടെ മാത്രമേ കാണാവൂ. സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. തീർച്ചയായും ദൈവത്തിൻ്റെ ആത്മാവ് തന്നാൽ ശാസിക്കാം, അത് ദൈവത്തിൻ്റെ ആത്മാവ് തരുന്നെങ്കിൽ. പക്ഷേ ഒരു കാര്യം, ഒരിക്കലും ദൈവപുരുഷൻ ദൈവത്തിൻ്റെ ഭാവം വിട്ട് യാതൊരു ഭാവവും അവലംബിച്ചു പോകരുത്. ദൈവത്തിന് സ്തോത്രം. മാത്രമല്ല, ഒരപകടം കൂടി പറ്റി. അതെന്താണ്? ഈ പാറയിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെള്ളം പുറപ്പെടുവിക്കുമോ? ഞങ്ങൾ ആരാ വെള്ളം തരുന്നത്? മോശയോ? സ്തോത്രം. മോശയെ നീ എന്ത് വിട്ടിത്തമാണ് പറഞ്ഞു പോയത്? പ്രവാചക ശ്രേഷ്ഠനായ മോശയോട് ഇത് പറയാൻ ഞാനാര്? ദൈവത്തിന് സ്തോത്രം. പക്ഷേ ഞാൻ ഭയത്തോടെ പറയട്ടെ, ഞങ്ങൾ നിങ്ങൾക്ക് വെള്ളം പുറപ്പെടുവിക്കുമോ? ഞങ്ങൾ. അവിടെ ഞങ്ങളില്ല, അവിടെ ഞാനില്ല. സ്വർഗത്തിലെ ദൈവം, മഹത്വം നിത്യനായ ദൈവത്തിന്, സകല ബഹുമാനവും മഹത്വവും അവന് മാത്രം. അവൻ്റെ ജനം, അവൻ കൂട്ടിക്കൊണ്ടുവരുന്ന ജനം. ഈ നിസ്സാരനായ എന്നെ നീലനദിയിൽ നിന്ന് പൊക്കിയെടുത്ത് ഈ ജനത്തിൻ്റെ മുൻപേ നടത്താൻ അവന് പ്രസാദം തോന്നി. ദൈവമേ, നന്ദി, നന്ദി, നിനക്ക് സ്തോത്രം. ദൈവജനമേ, മറക്കല്ലേ, നിത്യനായ ദൈവം മഹത്വം വേറൊരാൾക്കും കൊടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. ജീവനുള്ള ദൈവത്തിൻ്റെതാണ് ജനം, ദൈവത്തിൻ്റെതാണ് വചനം, ദൈവത്തിൻ്റെതാണ് ദൈവത്തിൻ്റെ വചനം. അതിൽ മനുഷ്യന് പങ്കില്ല.
മനുഷ്യനതിൽ തൊടാൻ പാടില്ല. മനുഷ്യൻ തൊട്ടാൽ അത് അശുദ്ധമാകും. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. അത് വേറെ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി പെട്ടകത്തെ കയറി പിടിച്ച രാജാവിനെ പറ്റി അപകടം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. ഉസ്സാ രാജാവ് പെട്ടകത്തെ കയറി പിടിച്ചു. ദൈവത്തിന് സ്തോത്രം. അപകടം സംഭവിച്ചു. സഹോദരങ്ങളെ, ഓർത്തുകൊള്ളൂ, ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായി, ദൈവത്തിൻ്റെ വചനത്തിന് കളങ്കം ചാർത്തുന്ന വിധത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ എന്തെങ്കിലും സംഭവിച്ചാൽ അപകടമാണ്. നമ്മിൽ നിന്ന് വരരുത്. ഞാനിപ്പോൾ തൽക്കാലം നിർത്തട്ടെ. അടുത്ത തിരുവചന ശുശ്രൂഷയിൽ ഇക്കാര്യം വീണ്ടും പറഞ്ഞുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ എന്ത് പറയുന്നു? വചനത്തെ നിങ്ങൾ വിലമതിക്കുമോ? വചനത്തിൽ നിങ്ങൾ പൂർണ്ണമായി ആശ്രയിക്കുമോ? ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്തിൻ്റെ കൃപയിലേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ കൊടുക്കുമോ? എൻ്റെ സ്നേഹിതരെ, ഈ ക്രിസ്തീയ ജീവിതം നിസ്സാരമല്ല. ന്യായവിധി ദൈവഗ്രഹത്തിൽ ആരംഭിപ്പാൻ സമയമായല്ലോ. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? നീതിമാൻ രക്ഷ പ്രാപിക്കുന്നത് പോലും പ്രയാസേനയാണ്. നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകുമെന്ന് പത്രോസ് ശ്ലീഹാ പറഞ്ഞു. പത്രോസിൻ്റെ ലേഖനത്തിൽ നമുക്കത് വായിക്കാം. മറക്കരുത്, നാം വളരെ കരുതലോടെ നിൽക്കുക, വളരെ സൂക്ഷ്മതയോടെ നിൽക്കുക, വളരെ ജാഗ്രതയോടെ നിൽക്കുക, വളരെ വളരെ അലർട്ടായി വിജിലൻ്റായി നിൽക്കുക. നാം നമ്മെ തന്നെ സൂക്ഷിക്കുക, ദൈവകരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ ശ്രേഷ്ഠ സമയങ്ങൾക്കായി സ്തോത്രം. അവിടുത്തെ അത്ഭുത കൃപയ്ക്കായി സ്തോത്രം. ഭയത്തോടെ കർത്താവേ, പൂർവീക സ്മര്യ പുരുഷനായ മോശയെ ഞങ്ങൾ ഓർത്തു, ഞങ്ങൾ ധ്യാനിച്ചു. കർത്താവെ, ഞങ്ങൾക്ക് ഗുണപാഠമാക്കി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പാഠങ്ങൾ ഉൾക്കൊള്ളുവാനുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യഥാർത്ഥമായി വചനം വിശ്വസിക്കുവാനും വചനം സ്വീകരിച്ച് വചനപ്രകാരം ജീവിപ്പാനും നിത്യജീവന്റെ അവകാശം പ്രാപിപ്പാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകണമേ. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ. ശാന്തി പകരണമേ. മഹത്വ രക്ഷകൻ മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ